ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനും മിഴിയും ഞങ്ങളുടെ കൂടെ മിയുടെ ഫ്രണ്ടായ അശ്വികയും അമ്മയും ഉണ്ട്. പ്രജേട്ടൻ ഓഫീസിൽ നിന്ന് നേരെ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മറ്റാരുമല്ല, ബോറിസാണ്. ജെനിഫറും എഡ്രിയനും ആൻറ്റിയും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ബോറിസ് ഇവിടെ എത്തിയിട്ടുണ്ട്. എത്ര മീൻ കിട്ടിയെന്ന് നമുക്ക് പോയി നോക്കാം. എത്ര മീൻ കിട്ടിയെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ഉണ്ണി ഞങ്ങൾ ചെന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, മീൻ കിട്ടി. അയലായിരുന്നു കിട്ടിയത്. ഇപ്പം അയലയുടെ സീസണാണ്. കിട്ടിയ മീനെല്ലാം ഒരു കവറിലിട്ട് വെച്ചിട്ടുണ്ട്. എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രജേട്ടൻ എത്തിയിട്ടുണ്ട്. പറഞ്ഞത് കേൾക്കാത്ത രണ്ടുപേര്. മിഴിയും അശ്വികയും അവിടെ ഗംഭീര കളിയായിരുന്നു. അടുത്തത് പ്രജിയേട്ടൻ്റെ ഊഴായിരുന്നു. ഇന്ന് പ്രജേട്ടൻ്റെ ദിവസമായിരുന്നില്ല എന്ന് പറയാം. പ്രജേട്ടൻ കുറച്ചൊക്കെ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. ഇവിടുത്തെ ആളുകൾ കുറേ പേര് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. കുറേ പേര് കയാക്കിങ്ങിന് പോണു. കുറേ പേര് ബോട്ടിൽ വിശ്രമിക്കുന്നു. അടിപൊളിയാണ് ഇവർ സമ്മറിൽ. ഒരു നായക്കുട്ടി അവരുടെ പിന്നിലിരിക്കുന്നത് കണ്ടോ? ഒരു നായക്കുട്ടീനെന്നല്ല ഞാൻ കണ്ടത്, ഒരുപാട് പേര് ഇതേപോലെ അവരുടെ വളർത്തുമൃഗങ്ങളെ കൊണ്ടുവന്നത് കാണാം. നമ്മൾ മക്കളെ നോക്കുന്ന പോലെയാണ് അവരവരുടെ പെറ്റ്സിനെ നോക്കുക. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവിടെ കുറേ ഡക്കുകളുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ബ്രെഡ് കൈ പിടിച്ചിരുന്നു. ജെനിഫർ ആദ്യമേ പറഞ്ഞിരുന്നു ഇങ്ങനെ ഡക്കുകൾ ഉണ്ടായിരിക്കും, മിഴിക്കൊക്കെ ഇഷ്ടമാവും എന്നുള്ളത്. അവിടെ ഇരിക്കുന്ന ആൾ ഓൾറെഡി അവർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഫുഡിന് അവർക്ക് കുറവൊന്നുമില്ല എന്ന് തോന്നുന്നു. കൊടുക്കടാ, ഇനി കൊടുക്ക്. Don't give big pieces, only give small pieces. Okay, give small pieces. I'll give you the full thing, but tear off small pieces and give. Okay? Yeah. Throw it. അത് തല പൊത്തിട്ട് ഇതാക്കണ്. ഇവർക്ക് എന്തായാലും ഈ ഫുഡ് കൊടുക്കുന്ന പരിപാടി വളരെയധികം ഇഷ്ടപ്പെട്ടു. Give now. ഇതാ വീണ്ടും മീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ബോറിസിന്റെ ദിവസമാണ്. അതെ, ഉണ്ണി മീനിടാ, മീൻ കിട്ടിയടാ. ജെനിഫറും എഡ്രിയനും ആൻറ്റിയും ഒക്കെ വരുന്നുണ്ട്. അവരോട് ഇതുവരെ മീൻ കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു മീൻ പിടിച്ചത് അവരുടെ മുന്നിലായിരുന്നു. നാലേ കിട്ടുള്ളൂ അല്ലേ? അടുത്ത മീൻ പോയോ?
നിങ്ങൾക്ക് എത്ര ഐശ്വര്യോ? സൂപ്പർ. അയ്യോ വലിയ മീനായിരുന്നു. അത് വലുതായിരുന്നു. നിങ്ങൾ രണ്ടാളും അതിലേക്ക് നോക്കി നോക്കി കാണിച്ചു തരാം. അല്ല അത് കാണാൻ വീഡിയോ എടുക്കാനാണേ. കേട്ടിട്ടുണ്ട്. മറ്റേ മീന ഫ്ലോട്ട് ഇട്ടിട്ടല്ലേ? ഇതാദ്യമായിട്ട് അയലാദ്യമായിട്ട് അത് റോക്കിൽ പോകല്ലോ. പറയാൻ പറ്റില്ല, ചിലപ്പോ നാലാം വന്ന് കഴിക്കണ്ടവര്. ഇവരെല്ലാവരും മാറി മാറി പിടിച്ചിട്ടും കിട്ടിയില്ല. അപ്പോഴേക്കും സൺസെറ്റിൻ്റെ സമയമായി. കണ്ടോ, ഇവിടുത്തെ സൺസെറ്റ് അടിപൊളിയാണ്. സൺസെറ്റിൻ്റെ ടൈം ആയപ്പോഴേക്കും കുറേ പേര് മീൻ പിടിക്കാൻ എത്തിയിട്ടോ. ഇവിടുത്തെ വീടുകളും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ജെനിഫർ ഇവിടെ 3 പേർക്കും സ്നാക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ 3 പേരും അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇന്ന് ബോറിസിന്റെ ദിവസമാണ്. ഇവിടുത്തെ സൺസെറ്റ് കണ്ടോ, അടിപൊളിയല്ലേ? 4 അയല വാങ്ങണമെങ്കിൽ $24-25 ആവും ഇവിടെ എന്നാ പറഞ്ഞു കേട്ടത്. അങ്ങനെയാണെങ്കിൽ മീൻ കച്ചവടത്തിന് ഇവിടെ നല്ല സ്കോപ്പ് ഉണ്ട്. സീനറി നല്ല രസമുണ്ട്. ഈ ടൈം ആയപ്പോഴേക്കും കുറേ പേര് വന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതന്നെയല്ലേ കിട്ടീന്? ചെറുതായിട്ടീന് ആ കുട്ടിക്ക്. ഇനി എത്ര മീനുകൾ കിട്ടിയെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇതാണ് കിട്ടിയ മീനുകൾ. ഫുള്ള് അയലയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. Blue.